രമ്യേച്ചി അല്ലേ? എങ്ങനെ സന്തോഷമായ? ഓ അടിപൊളി. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലെ താരം ചേച്ചിയാണ് അല്ലേ? എന്ത് തോന്നുന്നു ചേച്ചി? കണ്ട വീഡിയോസ് ഒക്കെ? ഞാൻ കുറേയൊക്കെ കണ്ട്, കുറച്ച് കണ്ടിട്ടുള്ള ഇന്നലെയൊക്കെ തിരക്കല്ലായിരുന്നു. കുഴപ്പം സന്തോഷം. ഈ എന്താ നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് മിക്കവാറും ആളുകൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടില്ലേ അല്ലേ? ഇതല്ലേ യഥാർത്ഥ കേരള സ്റ്റോറി? അതെ അല്ലേ? തീർച്ചയായിട്ടും സന്തോഷം. എങ്ങനെയാണ് നിങ്ങൾ ഈ ലീഗിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ഈ ലിസ്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾ വന്നത്? അവിടുത്തെ ലീഗിൻ്റെ ചൂരമ്മലയിലുള്ള ലീഗിൻ്റെ ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു ഈ വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പം നമ്മൾ അതിലേക്ക് താല്പര്യമുണ്ട് പറഞ്ഞിട്ട് അവർക്കൊരു അപേക്ഷ കൊടുത്തു. അപേക്ഷ സ്വീകരിച്ചു, നമ്മളിങ്ങോട്ടേക്ക് ആക്കി. ഇവിടെ അയൽവാസികൾ നമ്മളെ അടുത്തുള്ളവരൊക്കെ, നമ്മൾ തൊട്ട വീട്ടിലുള്ളവർ നമ്മൾ തൊട്ടടുത്തുള്ളവരാണ്. ഉണ്ട്. ഇനി അപ്പുറത്താണ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിക്ക് വീട് കിട്ടിയത്, അപ്പുറം ഭാഗത്താണ്. ചേച്ചി മുണ്ടക്കലായിരുന്നു അതോ ചൂരൽമല? എന്താ അവിടുത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അവിടെ നമ്മളെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ പോയി നമ്മളെ വീടാകെ ചെളി കയറി കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇനി താമസയോഗ്യമല്ലല്ലോ. ബാക്കി നമ്മൾ കുറച്ച് ആൾക്കാർ ഇതിലും കുറച്ച് ആൾക്കാർ ടൗൺഷിപ്പിലുമാണ്. അങ്ങനെ ടൗൺഷിപ്പിൽ ഇവിടെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ അത് എങ്ങനെ അവിടെ താമസം തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയില്ല. ഒരു അടുത്ത മാസം 20-ാം തീയതി എന്താണ് കൂടുന്നത് അവർ. അങ്ങനെ ചേച്ചി സർക്കാരിൻ്റെ ടൗൺഷിപ്പിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു? ടൗൺഷിപ്പിൽ അമ്മേൻ്റെത് 50-ാമത്തെ പേര് 55-ാമത്തെ എന്തോ ഫസ്റ്റ് ഫേസ് 1-ലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ടൗൺഷിപ്പിൽ നിന്ന് 15 ലക്ഷം റുപ്യ വാങ്ങിയതാണ്. ചെറിയൊരു കടവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പുതിയൊരു വീട് പണിയായിരുന്നു അവിടെ. അപ്പോൾ കടങ്ങളും വീട് ഇപ്പോൾ നമുക്കൊരു വീടും ആയല്ലോ. അതുകൊണ്ടൊരു സന്തോഷം. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ? ഈ ഇത്രയും 51 പേര് പുതിയ ആളുകൾ തമ്മിലൊക്കെ എങ്ങനെ പരിചയപ്പെട്ട് വരുന്നുണ്ടോ? നമുക്ക് എല്ലാവരും അറിയാം. എല്ലാവരും അറിയുന്ന കുടുംബങ്ങളാണ്. എല്ലാവരും നമ്മളവിടെ എല്ലാവരും നമ്മളറിയുന്നവരാണ്. എല്ലാം നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. എല്ലാവരും അറിയാം, നമുക്ക് എല്ലാവരും അറിയാം. ഏതായാലും ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. അതെ അതെ, സന്തോഷം. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? അയ്യോ, നമുക്ക് ഇത്രയും നല്ലൊരു വീട് തന്ന മുസ്ലിം ലീഗിനോട് നമ്മളൊരു നന്ദി പറയുകയാണ്. എന്തായാലും ഇത്രയും നമുക്ക് പെട്ടെന്നൊരു വീടാക്കി തന്നല്ലോ. 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു വീടാക്കി തന്നല്ലോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. ഓക്കെ, താങ്ക് യു.